ഏവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരാവേശത്തിന് കയറി ഇറാനെ അമേരിക്കയും ഇസ്രയേലും കൂടി അടിച്ചെങ്കിലും ഇപ്പോൾ യുദ്ധം കൈവിട്ട് പോയത് കണ്ട് അമ്പരന്നിരിക്കുകയാണ് ട്രംപും നെതന്യാഹുവും. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാന്റെ കാലി പിടിക്കേണ്ട അവസ്ഥയിലാണ് ട്രംപ് ഇപ്പോഴുള്ളത്. ഇറാനുമായി ഉപാധികളിൽ വിട്ടുവീഴ്ച ചെയ്ത് ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് ട്രംപിന്റെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ. ഒരേ സമയം ചർച്ചയ്ക്ക് ക്ഷണിക്കുകയും മറുവശത്ത് യുദ്ധം നീളുമെന്നും ഇറാനെ ഞങ്ങൾ അടിച്ച് നിലംപരിശാക്കുമെന്നും വീരവാദം മുഴക്കുന്ന ട്രംപിനെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അമേരിക്കയുമായി ചർച്ചകളിൽ ഏർപ്പെടാൻ ടെഹ്റാന് പദ്ധതിയില്ലെന്ന് ഇറാന്റെ സുരക്ഷാ മേധാവി അലി ലാരിജാനി പറയുന്നുണ്ട്. മേഖലയെ കുഴപ്പത്തിലേക്ക് തള്ളിവിട്ടത് ട്രംപാണ്. അയാളുടെ അമേരിക്കൻ സൈനികർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് ആശങ്ക കൊണ്ടാണ് അയാൾ ഞങ്ങളെ ചർച്ചയ്ക്ക് ക്ഷണിക്കുന്നത് എന്നാണ് അലി ലാരിജാനി പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ചർച്ചയ്ക്ക് ക്ഷണിക്കുമ്പോൾ പോകാൻ തയ്യാറുമല്ല. തന്നെയുമല്ല, ഇറാന് ഒരു പദ്ധതിയുണ്ട്. അത് ഇസ്രയേലിന്റെ നാശമാണ്. അത് പൂർത്തീകരിക്കും വരെ ചർച്ചയിലേക്ക് വരാൻ ഞങ്ങൾക്ക് യാതൊരുവിധ പദ്ധതിയില്ല എന്നും അലി ലാരിജാനി പറയുന്നുണ്ട്. അതേസമയം അമേരിക്കയ്ക്കും ഇസ്രയേലിനും വൻ നാശനഷ്ടമാണ് ഇറാൻ മൂലം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ താവളങ്ങളെ ഇറാൻ നിർത്താതെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അമേരിക്കൻ യുദ്ധക്കപ്പലായ എബ്രഹാം ലിങ്കൺ ഇപ്പോൾ ഏതാണ്ട് മുങ്ങി താണുകൊണ്ടിരിക്കുകയാണ്. രണ്ട് വലിയ യുദ്ധക്കപ്പലാണ് മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക കൊണ്ടിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ വാർത്തകളിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതിൽ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിൽ ഒന്നാണ്. അതിൻ്റെ 10,000 പേര് ജോലി ചെയ്യുന്നൊരു കപ്പലുമാണ്. അതിലേക്ക് 4 മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇറാൻ അടിച്ചിട്ടുള്ളത്. അതുകൂടാതെ ഇറാന്റെ ഹോർമുസ് കടലിടുക്ക് ഭാഗത്ത് വെച്ച് 3 അമേരിക്കൻ ബ്രിട്ടീഷ് എണ്ണ ടാങ്കറുകൾക്ക് നേരെയും മിസൈലുകൾ ഇറാൻ അടിച്ച് അവയും ഏതാണ്ട് തീപിടിച്ച് മുങ്ങാറായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇറാൻ സത്യത്തിൽ പറഞ്ഞ ഭ്രാന്ത് പിടിച്ച പോലെ അമേരിക്കയുടെയും ഇസ്രയേലിനും നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇസ്രയേലിനെ സംബന്ധിച്ച് ബങ്കറുകൾ തുളയ്ക്കുന്ന ക്ലസ്റ്റർ ബോംബുകൾ ഇറാൻ ഉപയോഗിക്കുന്നതായിട്ട് പരാതി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ബങ്കർ ബസ്റ്റർ ക്ലസ്റ്റർ ബോംബുകളൊന്നും ഉപയോഗിക്കരുതെന്നാണ് പൊതുവേ യുദ്ധ നിയമത്തിലുള്ളത്. പക്ഷേ ഇതൊന്നും ആരും ഇപ്പം അങ്ങനെ നിയമങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏത് സാധനവും ഉപയോഗിക്കാം. ഇറാൻ ഇപ്പോൾ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുന്നതെന്ന് IDF പരാതിപ്പെടുന്നുണ്ട്. ഇവരെ സംബന്ധിച്ച് പരാതിക്ക് യാതൊരുവിധ അർഹതയില്ലാത്ത ആൾക്കാരാണ്. എന്നിട്ടും അവരിങ്ങനെ പറയുകയാണ്. ഈ ബോംബുകൾ ഇസ്രായേലിന്റെ പല പ്രദേശങ്ങളിലെയും ബങ്കറുകൾ തകർക്കുകയും ഇന്നലെ മാത്രം 120-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 1000-ലധികം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നുമാണ് ഇസ്രായേലി മീഡിയകൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലിലെ മീഡിയകൾ പല ഭാഗത്തും ആക്രമണങ്ങൾ നടന്ന വിഷയങ്ങൾ വിശദമായി തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ തന്നെ ഒരുപാട് സെൻസറിങ് ഉണ്ട്. കാരണം മരണപ്പെട്ടതും പരിക്കേറ്റതായ ആൾക്കാരുടെ എണ്ണം കുറച്ചുകൊണ്ട് അവർ വാർത്തകൾ ചെയ്യുന്നത്. എന്നാൽ അവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർ മൊബൈലിലും ഒക്കെ എടുത്ത് വിടുന്ന വീഡിയോകൾ വലിയ നാശനഷ്ടത്തിന്റെ കണക്കുകളാണ് കാണിക്കുന്നത്. മരണത്തിന്റെയും പരിക്കുകളുടെയും ഒക്കെ വാർത്തകൾ പുറം ലോകത്ത് എത്താതിരിക്കാൻ ഇസ്രായേൽ ആക്രമണം നടന്ന സ്ഥലങ്ങളെ ഒറ്റപ്പെടുത്താൻ പോലീസ് ഇപ്പം പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇത്തരം ആക്രമണം നടന്ന സ്ഥലങ്ങളിൽ പൊതുജനങ്ങൾ പ്രവേശിക്കാതിരിക്കാനും പോലീസ് ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ ഇന്ന് ഫോട്ടോയോ വീഡിയോയോ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അതിനിടയിൽ ഇസ്രായേലിലെ ചില മന്ത്രിമാർ ബങ്കർ തകർന്ന് മരിച്ചതായിട്ട് ഇസ്രായേലിൻ്റെ വൈനെറ്റ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങളൊന്നും കാര്യമായിട്ട് പുറത്ത് വന്നിട്ടില്ല. അഥവാ ഇനി നെതന്യാഹു തന്നെ മരിച്ചാലും ഇസ്രായേൽ ഉടനെങ്ങും ആ വാർത്ത പുറത്തുവിടില്ല. ഇതിന് യുദ്ധത്തിൽ ഹിസ്ബുള്ള കൂടി ചേർന്നതോടുകൂടി ഹിസ്ബുള്ള അയക്കുന്ന മിസൈലുകളെ കൂടി തടയേണ്ട ഒരു ഗതികേടിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത്. അപ്പം ഈ ബങ്കർ ബസ്റ്റർ ബോംബുകളൊക്കെ വീണ് ഇതിനകത്ത് ഒളിച്ചിരിക്കുന്ന ഈ മന്ത്രിമാരും നെതന്യാഹുവും ഒക്കെ മിക്കവാറും എലികളെ പോലെ ഈ മാളത്തിലിരുന്ന് ചത്തുപോകുന്ന തോന്നുന്നു. പുറത്തിറങ്ങാൻ മാർഗമില്ല. കാരണം മഴ പോലെ 4 വശത്തുനിന്നും മിസൈലുകൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അതും വെരി പവർഫുള്ളായ സാധനങ്ങൾ. എന്നാൽ യുദ്ധത്തിൽ ഇരുഭാഗത്തും വലിയ സൈനിക നഷ്ടം ഉണ്ടാകുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകളുള്ളത്. ഇറാന്റെ സൈനിക മേധാവികളിൽ ചിലർ കൊല്ലപ്പെട്ടതായിട്ടും റിപ്പോർട്ടുണ്ട്. ഇസ്രായേൽ സൈന്യത്തിലെ ഓരോരുത്തരായി ഇറാനും എലിമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 ഭാഗത്തും കാര്യമായ തോതിൽ സൈനിക നേതൃത്വങ്ങളുടെ നഷ്ടം ഉണ്ടാകുന്നുണ്ട്. ഇസ്രായേൽ വ്യോമസേനയുടെ കമാൻഡർ ജനറൽ ടോമർ ബാർ ഇറാന്റെ ഒരു ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ട് വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട വാർത്ത, ഇന്നലെ മരണപ്പെട്ട ആയത്തുള്ള അലി ഖാമേയി കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് ഇസ്രായേൽ ഡിഫൻസിൻ്റെതായ ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ലോകം മുഴുവൻ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് വളരെ ദുഃഖാചരണമൊക്കെ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ വളരെയും അദ്ദേഹത്തെക്കുറിച്ച് വളരെയധികം പൊഴുത്തി പറയുകയോ എല്ലാ രാജ്യങ്ങളും അപലപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ അമേരിക്ക അദ്ദേഹത്തെ ആക്രമിച്ച് കൊലപ്പെടുത്തി ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യനെ കൊന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അപലപിക്കുകയൊക്കെ ചെയ്ത കേസാണ്. എന്നാൽ അദ്ദേഹം ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടില്ല എന്നും ഇസ്രായേൽ തന്നെ പുറത്തു പറയുന്നുണ്ട്. ഇത് സത്യമാണോ കളവാണോ എന്നറിയാത്ത വിധം വാർത്തകൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവിനെയും
ഈ സൈനിക നേതൃത്വങ്ങളെയും ഇസ്രയേലും അമേരിക്കയും ലക്ഷ്യം വെച്ച് ആക്രമിക്കുന്നതിനാൽ അതിനെ തടയാൻ വേണ്ടിയാണ് ഇവർ മരിച്ചു എന്ന് ഇറാൻ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ടോ എന്നാണ് അമേരിക്കയുടെ CIAയും ഇസ്രയേലിലെ മൊസാദും ഒക്കെ ഇപ്പോൾ സംശയിക്കുന്നത്. ഇറാൻ തന്നെ അടിച്ചു വിട്ടൊരു കഥയാണോ എന്നുള്ളതാണ് ഏറ്റവും സംശയം. അതിനില്ല, ഇറാന്റെ സൈനിക നേതൃത്വത്തിൻ്റെയോ സർക്കാരിൻ്റെയോ ഔദ്യോഗികമായ റിപ്പോർട്ടുകൾ പുറത്തു വരാത്തതുകൊണ്ടാണ് ഇവരാരും മരിച്ചിട്ടില്ല എന്ന് ഈ വിചാര സംഘടനകൾ സംശയിക്കുന്നതിന് കാരണം. ഖാംനേയ്ക്ക് ശേഷമുള്ള ഇടക്കാല നേതൃത്വ കൗൺസിൽ പ്രവർത്തനം ആരംഭിച്ചു, രാജ്യം മുഴുവൻ ദുഃഖാചരണം നടത്തുന്നു എന്നൊക്കെ ഇറാന്റെ പ്രസിഡന്റ് പറയുന്നുണ്ട്. ശരിക്കും ഇറാൻ ഒരു നാടകീയമായ നീക്കത്തിലൂടെ അമേരിക്കയെയും ഇസ്രയേലിനെയും കബളിപ്പിക്കുന്നതായി സംശയിക്കുന്നവരുമുണ്ട്. അതിന് കാരണം തങ്ങളുടെ നഷ്ടത്തിന്റെ കണക്കുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തങ്ങളുടെ ആക്രമണത്തിന്റെ തോത് വർദ്ധിപ്പിക്കാനുള്ള ഇറാന്റെ അടവായിട്ട് ഇതിനെ കാണാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ ഈ യുദ്ധം തുടങ്ങി 2 ദിവസം കഴിയുമ്പോൾ ട്രംപ് ഒരു ചർച്ചയ്ക്ക് വരും എന്ന് ഇറാന് നന്നായിട്ട് അറിയാം. ഒരു ചർച്ചയ്ക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒരു പരാജയം ഉണ്ടാവണം, അല്ലെങ്കിൽ അവർക്കത് തോന്നലുണ്ടാവണം, എങ്കിലേ ഉള്ളൂ എപ്പോഴും ചർച്ചയ്ക്ക് വരുള്ളൂ. ഇപ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ചർച്ചയിൽ നിന്നും വിട്ടു നിൽക്കാൻ വേണ്ടി ഇറാൻ കാണിച്ച ഒരു അടവായിട്ട് ഇതിനെ കാണാവുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ട്രംപിന്റെ ഈ ചർച്ചയ്ക്കുള്ള ആവശ്യം ഇറാൻ തള്ളിയതോടെ ഏതാണ്ട് ഈ പറഞ്ഞത് മുഴുവൻ ഇറാന്റെ നാടകമാണ് എന്ന് സംശയിക്കേണ്ടതുണ്ട്. അതിമാരക പ്രഹരശേഷിയുള്ള മിസൈലുകളാണ് ഇറാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ തവണ ഇറാൻ ഉപയോഗിച്ചതിലും വീര്യം കൂടിയതാണെന്ന് ഇസ്രായേലിലെ IDF തന്നെ സമ്മതിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ മരണസംഖ്യയും പരിക്കുമൊക്കെ വർദ്ധിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അതുപോലെ തന്നെ ഇറാന്റെ ആക്രമണത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നതോടെ സൈപ്രസിലെ അമേരിക്കൻ താവളങ്ങളും ഭീഷണി നേരിടുകയാണെന്നത് ഏറ്റവും പുതിയൊരു വാർത്തയാണ്. സൈപ്രസിലെ UK സോവറിൻ ബേസ് ഏരിയകളായ അക്രോതിരി, ദക്കേലിയ എന്നിവിടങ്ങളിൽ ആയിരക്കണക്കിന് ബ്രിട്ടീഷ് സൈനികർ നിലയുറപ്പിച്ച സ്ഥലത്തേക്ക് ഇറാന്റെ കുറച്ച് ബാലിസ്റ്റിക് മിസൈലുകൾ എത്തിയിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ ആർക്കും വലിയ പരിക്കൊന്നുമില്ലെങ്കിലും ഇത് ബ്രിട്ടീഷ് അമേരിക്കൻ സൈനികർക്കിടയിൽ വല്ലാതെ ഒരു അങ്കലാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും രസം, ഇന്നലെയാണ് ബ്രിട്ടൻ യുദ്ധത്തിൽ ജോയിൻ ചെയ്തത് എന്നോർക്കണം. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ സൈനികർ ന്യായമായ രീതിയിൽ കൊല്ലപ്പെടുന്നു എന്നുള്ളതുമാണ്. അമേരിക്കയ്ക്ക് ഇവിടെ സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധം എന്തെന്നാൽ ഇറാനെ തിരിച്ചടിക്കാൻ കഴിയുന്ന സുരക്ഷിതമായ ഒരു താവളം മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയ്ക്കില്ല എന്നുള്ളതാണ്. അത് അവരുടെ സൈനികരുടെയും യുദ്ധ മിഷണറികളുടെയും നാശം വർദ്ധിപ്പിക്കും എന്നാണ് യുദ്ധകാര്യ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഈ തിരിച്ചറിവാണ് ഉപാധികളിൽ വിട്ടുവീഴ്ച ചെയ്തും ചർച്ചയാവാം എന്ന് ട്രംപിനെ കൊണ്ട് പറയിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത് ഇറാൻ അംഗീകരിക്കാത്തിടത്തോളം തരിശാകുന്ന ഇസ്രയേൽ മറ്റൊരു ഗസയാവുന്നത് നമുക്ക് കാണാൻ കഴിയാവുന്നതാണ്. ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.